എൻ്റെ വീട്ടിലെ മട്ടുപ്പാവ് കൃഷി കാണാൻ വരുന്നോ? ഇതാ പടി കണ്ട, പടി കയറി വരണം, മട്ടുപ്പാവിലേക്ക് വരണം. എൻ്റെ അമ്മ പങ്കജാക്ഷി അമ്മ. ഇപ്പോഴത്തെ കൃഷിക്കാരി, മട്ടുപ്പാവിലെ പ്രധാന കൃഷിക്കാരി. തൈകൾ ചാക്കില് മണ്ണും ചാണകപ്പൊടിയും നിറച്ച് വച്ചിരിക്കുന്നു. ഇത് ബോഞ്ചിക്ക അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട് എന്ന് പറയപ്പെടുന്ന ചെടി. താഴെ നിന്ന് പടർത്തി മുകളിലേക്ക് പടർത്തി ഇട്ടിരിക്കുന്നു. താഴെ കിണറുണ്ട്, ഒരു ചെറിയ കിണർ. ആ കിണറിലെ വെള്ളമാണ് ഇവിടെ കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുന്നത്. കണ്ടോ? വള്ളിപ്പയർ, ഇന്നിപ്പം മുറിച്ചെടുത്ത പയറ് കണ്ടോ? ഒരു സ്ഥലവും വെറുതെ വിട്ടിട്ടില്ല. ഇതൊരു തരം ചീരയാണ്. മുളക് തൈ, വള്ളിപ്പയർ. എന്നും വിളവെടുപ്പിന് ഉണ്ടാവും. പുതിന, ഇതെന്താണെന്ന് പറയാമോ? ക്യാബേജ്. ഇത് വഴുതന. വെണ്ട, കോളിഫ്ലവർ. ചീര വിത്തിനായി നിർത്തിയിരിക്കുന്നു. ഇതൊരു പ്രത്യേകതരം തുളസി. കറിവേപ്പില. എന്താണെന്നറിയാമോ? നവരയില അല്ലെങ്കിൽ പനിക്കൂർക്കില എന്ന് പറയുന്ന ഔഷധ. ഇപ്പം നിൽക്കുന്നത് കറ്റാർവാഴ. ഇത് തക്കാളിക്ക എന്ന് പറയപ്പെടുന്ന ഒരു ചെടി. ഇതിൻ്റെ കാ നല്ല സ്വാദാണ്, ചെറിയ മണികൾ പോലുള്ള കാ. ചീര. ഒപ്പം നിൽക്കുന്നത് ചെറുള, ബലിപ്പൂ എന്ന് പറയുന്നത്. വളരെ വളരെ നല്ല ഒരു ഔഷധ സസ്യം. ജമന്തി. എന്താണെന്നറിയാമോ? ഓറഞ്ച് ചെടിയാണ്. ഒരു ചൈനീസ് ഓറഞ്ച് എന്നറിയപ്പെടുന്ന ഒരു ചെടി. റോസ. ഇത് തണ്ണിമത്തൻ. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടിരിക്കുകയാണ്. ഇതെന്റെ എന്താ മോനെ? ആ ശരി ശരി. തിന്നോ? അവൻ ഇതിലെ ഓരോ പൂക്കളും പറിച്ചു തിന്നുകയാണ്. ഹലോ പറ മോനെ. ഹലോ. ശരി. ഇതാണ് ബ്രഹ്മി. ഇത് സാലഡ് വെള്ളരി പടർത്തിയിട്ട്. നിത്യവഴുതന. കറ്റാർവാഴ മാറ്റി നട്ടിട്ടില്ല. ഇത് അടുത്ത ആള് ഉണ്ണി. ഹലോ ഉണ്ണി. ഹലോ പറമൻ. അവരുടെ ആകെയുള്ള കളിസ്ഥലവും ഈ മട്ടുപ്പാവ് തന്നെയാണ്. റോസ. ഇത് മീൻ. നിത്യവഴുതന, തുളസി ചെടി, ചീനിയ മരൊക്കെ കണ്ടിട്ടുണ്ടോ? നല്ലവണ്ണം കായ്ക്കുന്നുണ്ട് ഇത്. ചീനിയ മരം നല്ലവണ്ണം ഇതിപ്പോ കായ്ക്കുന്നുണ്ട്. ഇതെന്താണ്?
ഇവരിപ്പോൾ കുഞ്ഞുങ്ങളാണ്, ഇനി വലുതാകണം. ഒരു 10-15 മൂട് ടൊമാറ്റോ നട്ടിട്ടുണ്ട്. എന്നും ടൊമാറ്റോ പറിക്കാനുണ്ട്. ഇത് വഴുതനങ്ങ. ഒരു ഔഷധ സസ്യം തന്നെ, മുയൽ ചെവി എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ ദശപുഷ്പങ്ങളിലൊന്നായി മുയൽ ചെവി. തൊണ്ടവേദനയ്ക്കുള്ള ഒരു ഒറ്റ മൂലിയാണിത്. എല്ലാം ടൊമാറ്റോ ചെടികൾ. ഇപ്പം വെണ്ടയും ഉണ്ട്. ഇവിടെയും ഒരു കട്ടൻ ടൊമാറ്റോ ചെറുതെ പറിച്ച് തിന്നാമല്ലോ എന്ന് കരുതി നട്ടിരിക്കുന്നു. ഇതെന്താണെന്നറിയാമോ? ഇത് പാഷൻ ഫ്രൂട്ട്. താഴെ നിന്ന് പടർത്തി വീണ്ടും ഇങ്ങോട്ട് വിട്ടിരിക്കുന്നു. എന്നും പറിക്കാനുണ്ട്. വിശേഷപ്പെട്ട ഒരു പൂവാണ് ഇതിനുള്ളത്. നോക്കൂ, പഞ്ചപാണ്ഡവരും കൗരവരും എന്നൊക്കെ പറയപ്പെടുന്ന പൂ. ഇംഗ്ലീഷ് കടുവറക്കുന്ന എൻ്റെ അമ്മ. ആഹാ, അത് പഴുത്താ മോനെ? പഴുത്ത. ശരി, നിർത്തട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ കണ്ണാ.